സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. പിണറായി സർക്കാർ എന്നെന്നും ജനപക്ഷത്ത് എന്ന മുദ്രാവാക്യമാണ് അടുത്തിടെയായി തകർന്നു വീണത്. പോലീസ് സ്റ്റേഷനുകളെയും സർക്കാർ സ്ഥാപനങ്ങളെയും അഴിമതിരഹിത സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നുവെന്ന സർക്കാർ വാദം പൊളിഞ്ഞു. കേരളത്തിലെ ഭരണ സംവിധാനങ്ങൾ താറുമാറായ സ്ഥിതിയിലാണ്. ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് മുന്നോട്ടു പോകുന്നത്. ജനകീയ പോലീസ് സ്റ്റേഷനുകളിൽ സാധാരണക്കാർക്ക് നീതി നിഷേധിക്കുന്ന അവസ്ഥ, പരാതിക്കാരന് നേരെ കയ്യേറ്റം, കുറ്റം ചെയ്തവന് നിയമപരിരക്ഷ. പി.ജി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന രതീഷിനെതിരെ നിരവധി മർദ്ദന പരാതികളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. എന്നിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താനോ വിശദീകരണം തേടാനോ അധികാരികൾ തയ്യാറായിട്ടില്ല. വിഷയം വിവാദമായതോടെ രതീഷിന്റെ വിശദീകരണം തേടിയ ശേഷം സസ്പെൻഷൻ നടപടിയിലേക്ക് കടക്കുമെന്നാണ് മുകളിൽ നിന്നുള്ള ഉത്തരവ്. എന്നാൽ കേസിന് ബലം കുറയുമ്പോൾ രതീഷ് സർവീസിൽ തിരികെ എത്തുമെന്നതാണ് വാസ്തവം. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിന്റെ നിലപാടിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുകയാണ്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ മണ്ഡലതലത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് നീക്കം. പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ വിഭാഗം എന്നിവരുടെ നേതൃത്വത്തിൽ വലിയ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്റ്റേഷനുകൾ വളയുന്ന രീതിയിൽ ബഹുജന മുന്നേറ്റമാവും നടത്തുക. വിഷയത്തെ തണുപ്പിക്കാതെ ശക്തമായ പ്രതിഷേധത്തിൽ നിലനിർത്താനാണ് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മുൻകാലങ്ങളെക്കാൾ വ്യത്യസ്തമായി മാർച്ചിന്റെ മുൻനിരയിൽ നേതാക്കൾ നയിക്കുന്ന സമര പരിപാടികൾക്കാണ് നേതൃത്വം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രശ്നം ലെവലായി നിർത്തുന്നതോടെ CPM-ന് വൻ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. അതിനിടെ ആലപ്പുഴയിൽ നടക്കുന്ന CPI സംസ്ഥാന സമ്മേളനത്തിൽ ബിനോയ് വിശ്വം അവതരിപ്പിക്കാനിരിക്കുന്ന റിപ്പോർട്ടിൽ കേരളത്തിലെ പോലീസുകാർക്കെതിരെ രൂക്ഷ വിമർശനമാണുള്ളതെന്നാണ് വിവരം. പോലീസിനെ കയറൂരി വിടുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് CPM നേതാക്കൾ തന്നെ മുഖ്യനെ ധരിപ്പിച്ചതായും വിവരമുണ്ട്. ഏതായാലും വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പോലീസ് മർദ്ദനം പ്രചാരണായുധമാക്കുമെന്ന് ഉറപ്പാണ്. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.